എവ്രിവൺ. ഇന്ന് എന്തുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് അല്ലേ? വേറെ ഒന്നുമല്ല, കേരള ബഡ്ജറ്റ്. കേന്ദ്ര ബഡ്ജറ്റ് പുറത്തിറങ്ങി അതിന്റെ ചർച്ചയും അതിന്റെ ക്ഷീണവും ഒക്കെ മാറുന്നതിനേക്കാളും മുൻപ് തന്നെ നമ്മുടെ കേരള ബഡ്ജറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. 2025 ഫെബ്രുവരി 7 കറക്റ്റ് രാവിലെ 9 മണിക്ക് നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും സംശയം എന്താന്ന് വെച്ചാലേ, ഇപ്രാവശ്യം പുതിയ വല്ല പ്രഖ്യാപനങ്ങളും ഉണ്ടോ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കേരളത്തിനെ ഫോക്കസ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ കേരള ബഡ്ജറ്റ്. എന്താണ് പുതിയതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ ധനമന്ത്രി എങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് മുൻപോട്ടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു സംശയമാണ് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലുള്ളത്. എനിവേ, കേരള സർക്കാരിന്റെ, അതായത് നമ്മുടെ പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റും അതിനോടൊപ്പം തന്നെ നമ്മുടെ ധനമന്ത്രിയുടെ 5ാമത്തെ ബഡ്ജറ്റുമാണ് കേട്ടോ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും ഒക്കെ വരാറായി. അപ്പൊ തന്നെ നമുക്കൊരു കാര്യം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിന്റെ വികസനവും ക്ഷേമ പദ്ധതികളും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ്. തൊഴിലിലും തൊഴിലവസരങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഒരുപാട് പദ്ധതികൾ മുൻപോട്ടേക്ക് വെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് നമ്മുടെ ധനമന്ത്രി ഇന്ന് ഇവിടെ, അതായത് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ഇനി എല്ലാവരുടെയും സംശയം എന്തൊക്കെയാണ് ആ ബഡ്ജറ്റിലെ പ്രധാന പ്രമേയങ്ങൾ എന്നുള്ളതാണ്. എനിവേ, കേരളത്തിന് ഒരുപാട് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരുപാട് പ്രൊവിഷൻസും ഒരുപാട് പദ്ധതികളുമായിട്ടുമാണ് നമ്മുടെ KN ബാലഗോപാൽ ധനമന്ത്രി കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ, ആദ്യ ആശ്വാസം നമ്മുടെ ജീവനക്കാർക്കാണ്, സർക്കാർ ജീവനക്കാർക്കാണ്. അപ്പൊ ഒരു കയ്യടി കൊടുക്കട്ടെ, അവരിങ്ങനെ ഇത്രയും കാത്തിരുന്നതിന്റെ ഒരു വലിയ മാറ്റം വന്നിരിക്കുകയാണ്. എന്താണെന്നല്ലേ, സർവീസ് പെൻഷൻ കുടിശ്ശിക 600 കുടിശ്ശികയും ശമ്പള പരിഷ്കരണ തുകയുടെ 2 ഗഡുവും ഈ സാമ്പത്തിക വർഷം നൽകുന്ന പറയുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയായിട്ട് കിടന്നിരുന്ന എല്ലാം ക്ലിയർ ചെയ്യും എന്നാണ് നമ്മുടെ ധനമന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ വർഷം PF-ൽ ലയിപ്പിക്കുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത് എവിടെയാണെന്ന് അറിയോ? വേറെ എവിടെയുമല്ല, കഴിഞ്ഞ വർഷം നമ്മൾ നേരിട്ട ഏറ്റവും വലിയ ദുരന്തം, യെസ്, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അപ്പോൾ വയനാടിന് സഹായവുമായിട്ടാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് മുൻപോട്ടേക്ക് വന്നിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പുനരധിവാസത്തിനായിട്ടുള്ള പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ 750 കോടിയുടെ ആദ്യ പദ്ധതിയാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ആ ഫണ്ട് ഒന്നും മതിയായിട്ടില്ല, അധിക ഫണ്ട് ആവശ്യമായി വന്നാൽ അതും ഉപയോഗിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് എന്താണെന്നല്ലേ, 3 നഗരങ്ങൾക്ക് മെട്രോപൊളിറ്റൻ പ്ലാൻ ആണ്. കേരളത്തിലെ 3 നഗരങ്ങൾക്ക് മെട്രോപൊളിറ്റൻ പ്ലാൻ. കേരളത്തിലെ 3 നഗരങ്ങൾ എന്ന് പറയുമ്പം അത് ഏതൊക്കെയാണെന്നല്ലേ ആ സന്തോഷ വാർത്ത പറയട്ടെ. നമ്മുടെ കൊച്ചി, നമ്മുടെ സ്വന്തം കോഴിക്കോട്, നമ്മുടെ തിരുവനന്തപുരം. ഈ നഗരങ്ങൾക്ക് നഗര വികസനത്തിനായിട്ട് മെട്രോപൊളിറ്റൻ പ്ലാനും അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ. മറ്റൊന്ന്, പ്രവാസികളുടെ കേരളവുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ലോക കേരള കേന്ദ്രം തുടങ്ങും എന്നാണ്. അതിവേഗ പാതയ്ക്കായി ശ്രമം തുടരുന്നുണ്ട് എന്നും ധനമന്ത്രി തന്റെ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് മെട്രോ റെയിൽ, യെസ്, നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്ത് മെട്രോ റെയിൽ, തിരുവനന്തപുരം മെട്രോ റെയിൽ യാഥാർത്ഥ്യമാക്കും എന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോയുടെ വികസനം തുടരുമെന്നും ഇവിടെ പറയുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ ഇതുവരെയുള്ള മുഴുവൻ ചെലവും വഹിച്ചത് നമ്മുടെ കേരളമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് 2025-26 ബഡ്ജറ്റാണ് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
ഇനി കേന്ദ്ര സർക്കാരിന്റെ നല്ല രൂക്ഷ വിമർശനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു ബഡ്ജറ്റിന്റെ ഭാഗമാണ്. പക്ഷെ അതൊന്നും നമ്മൾ അത്ര ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി പല പല സ്ഥലങ്ങളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്, നമ്മളത് കേട്ടിട്ടുണ്ട്, നമ്മൾ ചർച്ചയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ റോഡിനും പാലത്തിനും ഏകദേശം 3061 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നറിയാം കേരളം മൊത്തമായിട്ടും ഗതാഗത വിനിമയ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും പലതരത്തിലുള്ള അറ്റകുറ്റപ്പണികളും അല്ലാത്ത പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിയാണ്, കേരളം മൊത്തമായിട്ടും യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവപ്പെടാറുണ്ടെങ്കിലും കുറച്ച് സമയം കൂടെ നമ്മൾ ആ ബുദ്ധിമുട്ട് അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ യാത്ര എത്ര സുഗമമാകുന്നറിയോ, അല്ലെങ്കിൽ എത്ര സുഖകരമായിരിക്കും എന്നറിയോ. യെസ്, അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഏകദേശം 3061 കോടിയാണ് റോഡിനും പാലത്തിനും വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാമ്പത്തിക വളർച്ചയ്ക്കായി കർമ്മ പദ്ധതി. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കായിട്ട് കർമ്മ പദ്ധതിയുണ്ട്. വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുവാനുള്ള നടപടി. എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഏത് സമയവും ഉന്നത പഠനത്തിന് വേണ്ടി പുറത്തേക്ക് പോകാറാണ് പതിവ്. പക്ഷേ വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള പോളിസീസിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളം സാമ്പത്തിക വികസനത്തിലേക്ക് കടക്കുകയും അതിനു വേണ്ടിയിട്ടാണ് പുതിയ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി വിഴിഞ്ഞത്തെ വളർത്താനുള്ള പദ്ധതിയും കൂടെ ഉണ്ട് കേട്ടോ. വിഴിഞ്ഞത്തെ പ്രധാന ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാക്കണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറയുകയുണ്ടായി. ഇതിനായിട്ടുള്ള ഒരുപാട് ബൃഹത് പദ്ധതികളാണ് അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. തീരദേശപാത പൂർത്തിയാക്കും എന്നുകൂടെ അദ്ദേഹം പറയുകയുണ്ടായി. സ്വകാര്യ നിക്ഷേപത്തോടെ തീരദേശപാത സ്വകാര്യ നിക്ഷേപത്തോടു കൂടി തീരദേശപാത പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ സ്വകാര്യ നിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്വിയസ്ലി നമുക്ക് പ്രൈവറ്റ് പേഴ്സൺസിന്റെ കയ്യിൽ നിന്നുമുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി നമ്മൾ നമ്മുടെ തീരദേശ അല്ലെങ്കിൽ കോസ്റ്റൽ ലൈൻ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം നമ്മൾ അങ്ങ് ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. IT കമ്പനിക്കാർക്ക് സർക്കാർ ഭൂമി. എവിടത്തെ? കണ്ണൂർ IT പാർക്കിന് ഏകദേശം 293.22 കോടി കിഫ്ബിയിൽ നിന്ന് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. തദ്ദേശ സ്ഥാപനങ്ങളുടെയോ സർക്കാരിന്റെയോ സ്ഥലത്ത് IT പാർക്ക് സ്ഥാപിക്കാനും സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി K-Home. എന്താണ് ഈ K-Home? സംസ്ഥാനത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന വീടുകൾ ഉപയോഗിച്ച് ടൂറിസം വികസനത്തിനടക്കം സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു K-Home പദ്ധതി ആവിഷ്കരിക്കുന്നു. ഈ ബഡ്ജറ്റിന്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് K-Home. കാരണം കേരളത്തിൽ ഉടനീളം ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി റെനോവേഷൻസ് ഒക്കെ നടത്തിയിട്ട് അതിനെ വികസനത്തിലേക്ക്, ടൂറിസത്തിലൂടെ വികസന പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പദ്ധതിയും ധനമന്ത്രി ഈ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇനി കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം അല്ലേ. ഇനി എന്താണ്? സിറ്റിസൺ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ബഡ്ജറ്റ് വിവരങ്ങളുടെ സംക്ഷിപ്ത വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സിറ്റിസൺ ബഡ്ജറ്റ് ഈ വർഷം മുതൽ അവതരിപ്പിക്കും. എല്ലാവർക്കും പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമാവണമെന്നില്ല. സോ സിറ്റിസൺ ബഡ്ജറ്റും അവതരിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. തുഞ്ചൻ പറമ്പിന് സമീപം സ്മാരകത്തിന് 5 കോടിയാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുഞ്ചൻ പറമ്പിന് സമീപമുള്ള സ്മാരകത്തിന് 5 കോടി. പിന്നീട് എന്താ? പ്രധാനമായിട്ടും MTK തുഞ്ചൻ പറമ്പിൽ സ്മാരകം. യെസ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വന്യജീവി ആക്രമണം തടയാൻ 50 കോടിയുടെ പദ്ധതി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ തുഞ്ചൻ പറമ്പിന് സമീപം നമ്മുടെ MT വാസുദേവൻ നായർക്ക് സ്മാരകം നിർമ്മിക്കാനായിട്ട് 5 കോടിയാണ് നീക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എന്താണ്? നമുക്ക് കുറച്ചുകൂടെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം അല്ലെ. എല്ലാം വാലിഡ് ആണ് എങ്കിലും കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എടുക്കാം. KSRTCക്ക് സഹായം നൽകിയിട്ടുണ്ട്. ഓക്കെ, ഈ ബഡ്ജറ്റിൽ KSRTCയുടെ വികസനത്തിനായിട്ട് ഏകദേശം 178.98 കോടി രൂപയും പുതിയ ബസ് വാങ്ങാൻ 107 കോടി രൂപയും നീക്കി വെച്ചിട്ടുണ്ട്. അതൊരു മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് വിദ്യാഭ്യാസ രംഗത്തേക്ക് വരികയാണെങ്കിൽ സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 402 കോടി.
സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 402 കോടിയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. LSS USS സ്കോളർഷിപ്പ് കുടിശ്ശിക തീർത്തുവെന്ന് ധനമന്ത്രി പറയുന്നുണ്ട്. അടുത്ത ഗഡുവിന് പണം നീക്കി വെച്ചതായും അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഉച്ചഭക്ഷണ പദ്ധതി ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കുട്ടികൾക്ക് സ്വാതന്ത്ര്യമേകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എനിവേ, CM റിസർച്ച് സ്കോളർഷിപ്പ് അതിനെക്കുറിച്ചിട്ടും പരാമർശം നടത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ ക്ഷേമത്തിന് കൂടുതൽ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട്. നവകേരള സദസ്സിനെ കുറിച്ചിട്ടും പരാമർശിച്ചിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ പദ്ധതി പൂർത്തീകരണത്തിനായിട്ട് 500 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. പിന്നെന്താണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫീസ് വർധനവുകൾ. അതൊന്നും നമ്മൾ നോക്കണം. അതായത് VK മോഹൻ കമ്മിറ്റിയുടെ ശുപാർശകൾ അനുസരിച്ച് ഫീസുകൾ ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതിയും ഇവിടെ പരിഷ്കരിക്കും. സീറ്റുകളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് മാറ്റം വരുത്തുന്നത്. ദിവസ വേതനക്കാരുടെ വേതനം 5% കൂട്ടും. നോട്ട് ദിസ് പോയിന്റ്, ഈ പോയിന്റ് നോട്ട് ചെയ്യുക. ദിവസ വേതനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ശമ്പളം, വേതനം ഏകദേശം, ശമ്പളമല്ല വേതനം അല്ലെ, ഡെയിലി വേജ് ആണ്, വേതനം 5% കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാഹനങ്ങളുടെ നികുതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കുമെന്നാണ് പറയുന്നത്. വാഹനങ്ങളുടെ വില അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളായിരിക്കും നികുതിയിൽ കാണുന്നത്. ടാക്സിൽ വാഹനങ്ങളുടെ വില അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളായിരിക്കും കാണുന്നത്. പിന്നെ ട്രംപിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ധനമന്ത്രി. എനിവേ, അതൊക്കെ നമ്മൾ അറിയുന്ന കാര്യമാണ്. പിന്നെ ക്ഷേമ പെൻഷൻ യാതൊരു മാറ്റവുമില്ല. ക്ഷേമ പെൻഷനിൽ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് ബഡ്ജറ്റ് അവതരണം അവസാനിച്ചിരിക്കുന്നത്. സംസ്ഥാന ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ 1800 രൂപ വരെയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷനിൽ യാതൊരു മാറ്റവും ഇല്ലാണ്ട് ഒരുപാട് പുതിയ വികസന പദ്ധതികളും ഒരുപാട് സാഹചര്യങ്ങളും നല്ല സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരുന്നു 2025-26 കേരള ബഡ്ജറ്റ്. യെസ്, നമ്മുടെ KN ബാലഗോപാൽ നമ്മുടെ ധനമന്ത്രി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള സാമ്പത്തിക വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ദിസ് ഇസ് കേരള, റൈറ്റ്? സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്.